നമസ്കാരം. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള താരസംഘടന AMMയുടെ ഭരണസമിതി ഊടുപാട് രാജിവെച്ച് പോയതിനു ശേഷം നേതൃത്വം ഏറ്റെടുത്ത അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ചെയർമാൻ രമേശ് പിഷാരടി ആക്ഷൻ തുടങ്ങി. മൂപ്പര് ഭരണത്തിൻ്റെ ഭാഗമായി അവർക്ക് ചുമതലപ്പെടുത്തിയ കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാൻ വേണ്ടി ആരംഭിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഈ അൻസിബയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് വർഗീയതയും ജിഹാദും ഒക്കെ പറഞ്ഞ് ഒരു ഭാഗത്ത് നടത്തുന്ന പ്രചരണങ്ങളിലൊക്കെ നടപടി ഉണ്ടാവും എന്നൊക്കെയാണ് വിചാരിച്ചത്. എന്നാൽ രമേശ് പിഷാരടി ഭരണം തുടങ്ങിയത് എങ്ങനെയാണ് എന്ന് മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞു. ഈ AMM എന്ന സംഘടന എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൻ്റെ വ്യക്തമായ ദിശാസൂചിക അതിലുണ്ട്. എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദീകരിച്ച് നോക്കാം. ഇപ്പോൾ അമ്മ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി, അതിൽ ഈ വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിച്ച പ്രതിസന്ധി ആരംഭിക്കുന്നത് അമ്മയിലേക്ക് പുറത്തുനിന്ന് പണം സംഭാവനയായി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കത്തിലാണല്ലോ. ആ തർക്കത്തിൻ്റെയൊക്കെ അടിസ്ഥാനം മറ്റൊരു കാരണം ഉണ്ടായിരിക്കാം. പക്ഷേ തർക്കത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ നിന്നും സംഭാവന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആരാധനാലയങ്ങളിൽ നിന്നും പണം സ്വീകരിക്കുന്നത് താരസംഘടന എന്നുള്ള നിലയിൽ, ഒരു ചാരിറ്റി സംഘടന എന്നുള്ള നിലയിൽ അമ്മയുടെ ഭാവിയിലുള്ള മുന്നോട്ട് പോക്കിനെ ബാധിക്കും എന്നുള്ള വിമർശനം ഉയർന്നു. അൻസിബനാണ് നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ഒരു വിമർശനം ഉന്നയിച്ചത്. എന്നാൽ ഉടനെ അവരുടെ മതത്തിൻ്റെ ഐഡന്റിറ്റി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അമ്പലത്തിൽ നിന്നും ക്ഷേത്രത്തിൽ നിന്നും പണം സ്വീകരിക്കുന്നതിന് എതിരായി അവരുടെ മുസ്ലിം ഐഡന്റിറ്റി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗം, നിലവിലെ ഭരണസമിതിയുടെ വിഭാഗം നേതൃത്വത്തിൽ ഉള്ള ആളുകൾ വന്നു. അവരുടെ പിന്നിൽ നിൽക്കുന്ന ടിനി ടോമും ലക്ഷ്മിപ്രിയയും അടക്കമുള്ള ആളുകൾ വന്നു. അതിൽ അവരെ മതവർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആരംഭത്തിൽ ഉണ്ടായ ആരോപണം. അതിൻ്റെ തുടർച്ചയായിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ പരാതികൾ കൊടുക്കുന്നു. അൻസിബയ്ക്കെതിരെ പരാതി കൊടുക്കുന്നു. അൻസിബ തിരിച്ച് അവർക്കെതിരെ പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുന്നു. അങ്ങനെ പല വിധത്തിലുള്ള സംഘർഷത്തിലേക്ക് പോകുന്നു. പച്ച തെറിവിളിയിലേക്ക് പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അസഭ്യ ലെവലിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. ഇതിന് ശേഷം അവർ രാജിവെച്ച് പോകുന്നു. ഇതാണ് സ്ഥിതി. അവിടെ ഗുരുതരമായ ഒരു ആരോപണം ഉള്ളത് ലക്ഷ്മിപ്രിയയും ടിനി ടോമും അടക്കമുള്ള ആളുകൾ ഈ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ BJPക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ സപ്ലൈ ചെയ്യുന്ന അടക്കമുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ്. അവിടെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം, ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന സാന്നിധ്യം മറ്റൊരു ആരോപണ വിധേയമായ സാഹചര്യത്തിൽ സംശയകരമായി നിലനിൽക്കുന്നുണ്ട്. പല രീതിയിലുള്ള ചർച്ചകൾ, മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുമുണ്ട്. നമുക്ക് അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകേണ്ടതില്ല. എങ്കിലും ഇങ്ങനെ ഒരു ഭാഗം അതിനകത്തുണ്ട്. ഇതിനുശേഷം പ്രശ്നമുണ്ടായി. ഇവരുടെ യോഗം, ജനറൽ ബോഡി യോഗത്തിൽ കണക്ക് ചോദിച്ചപ്പോൾ അതും കുഴപ്പമാണ്. ആരോപണം ഉന്നയിക്കാൻ മാത്രമല്ല, കണക്ക് ചോദിച്ചപ്പോഴും കുഴപ്പമാണ്. അവിടെ ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഈ പാനലിൽ ശ്വേതാ മേനോനൊപ്പം മത്സരിച്ച് അവിടെ വിജയിച്ച് എത്തിയ ആളുകളിൽ നിന്ന് അവരുടെ എതിർഭാഗത്ത് നിന്ന് വിജയിച്ച ഒരേ ഒരാൾ, ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൾ അൻസിബ ഹസനാണ്. അൻസിബയ്ക്ക് എതിരായ നീക്കം എന്നുള്ള നിലയിൽ അത് അൻസിബ അവിടെ അവതരിപ്പിച്ചു. അൻസിബ കണക്ക് ചോദിച്ചു, പരാജയപ്പെട്ട ഒടുവിൽ വെച്ചിട്ട് പോകേണ്ടി വന്നു. ഇതായിരുന്നു സാഹചര്യം. ഇവിടെയാണ് അഡ്ഹോക്ക് കമ്മിറ്റി വരുന്നത്. അഡ്ഹോക്ക് കമ്മിറ്റി ആദ്യമായി എടുത്ത നടപടിയെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ള സാഹചര്യം രൂപപ്പെട്ടത്. അവർ ആദ്യം എടുത്ത നടപടി എല്ലാ പുറത്തുപോയ ആളുകളും അകത്തിരിക്കുന്ന ആളുകളുമായി പ്രശ്നത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആളുകളോട് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് രമേശ് പിഷാരടി പുറത്തു വന്ന് കാര്യങ്ങൾ മാധ്യമങ്ങളോട് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. ഈ ടിനി ടോമും ശ്വേതാ മേനോനും പുറത്തുപോയ ആളുകളും ഒക്കെയായി സംസാരിച്ചു. അൻസിബയോട് സംസാരിച്ചു. ഇതിൽ ഒരു പ്രശ്ന പരിഹാരം ടിനി ടോം മുന്നോട്ട് വെച്ചു. എന്താണെന്ന് വെച്ചാൽ അൻസിബ മാപ്പ് പറയണം എന്നുള്ളതാണ്. എന്തിനാ മാപ്പ് പറയുന്നത്? അൻസിബയെ ഈ മട്ടിൽ ചിത്രീകരിച്ചതിന് അവർ തന്നെ തിരിച്ച് മാപ്പ് പറയണം എന്നുള്ളതാണ്. അതിൻ്റെ സാധ്യത എന്താണെന്ന് രമേശ് പിഷാരടി അൻസിബയോട് ചോദിച്ചു എന്നും, എന്നാൽ അങ്ങനെയല്ല, അദ്ദേഹമാണ് മാപ്പ് പറയേണ്ടത് എന്നും പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടിനി ടോം അൻസിബ മാപ്പ് എഴുതി നൽകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദം അവിടെ നിൽക്കുന്നുണ്ട്. പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം തുടരുന്നു എന്നാണ് രമേശ് പിഷാരടി പറയുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പിഷാരടിയെ പോലെ ഒരു ജനപ്രതിനിധി കൂടിയായ ആൾ ഇതിൻ്റെ ചുമതലയിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും പ്രാഥമികമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിൽ എത്തി. അതിൻ്റെ തുടർച്ചയായിട്ട് നടത്തുന്ന ആശയ സംവാദമാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ആ ആശയവിനിമയത്തിൽ ഈ മാപ്പ് പറയിക്കലിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ഈ ടിനി ടോം അൻസിബ പ്രശ്നത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ടിനി ടോമിൻ്റെ ആവശ്യം അവിടെ അവതരിപ്പിക്കുന്ന നിലയിലേക്കാണ്. എങ്കിലും അത് അൻസിബ സ്വീകരിച്ചില്ല. പകരം നിയമ നടപടികളുമായി, കോടതി വഴിയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. നേരെ മറിച്ച് ടിനി ടോമിനെ പോലൊരാൾ മാപ്പ് പറയണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു. അവർ മുന്നോട്ട് വെക്കുന്ന യുക്തി പ്രധാനമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ മുൻനിർത്തി തനിക്കെതിരായി പൊതുമധ്യത്തിലും അമ്മയുടെ സംഘടനയിലെ അംഗങ്ങൾക്കും ഇടയിൽ വ്യാജമായ പ്രചരണങ്ങൾ നടന്നു. ജിഹാദിയാണ്, വർഗീയവാദിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണം നടന്നു. അവർ
ഉന്നയിച്ച പ്രശ്നം എന്ന് പറയുന്നത് ക്ഷേത്രം എന്നുള്ള നിലയിൽ മാത്രമല്ല, ആരാധനാലയം എന്നുള്ള നിലയിലാണ്. അത് നാളെ പള്ളിയിലേക്കും ക്രിസ്ത്യൻ പള്ളിയിലേക്കും മുസ്ലിം പള്ളിയിലേക്കും ഒക്കെ പോകാം. അങ്ങനെ ഉള്ളിടത്തു നിന്ന് പണം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് അവർ സൂചിപ്പിച്ചത് എന്ന് അവർ പൊതുമധ്യത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. എന്നിട്ടും ഇതിൽ കേന്ദ്രീകരിച്ചാണ് ചർച്ച മുന്നോട്ട് പോയത്. ശ്വേതാ മേനോൻ്റെയും ടിനി ടോമിൻ്റെയും ആശീർവാദത്തോടു കൂടി എന്ന വണ്ണം ലക്ഷ്മിപ്രിയ മറ്റൊരിടത്ത് നിന്ന് ഒരു നിഴൽ യുദ്ധവും നടത്തി. അവർ തികച്ചും വംശീയത ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നമുക്ക് മാധ്യമങ്ങളിലെ വാദങ്ങളിൽ നിന്ന് തന്നെ കാണാം. ക്ഷേത്രത്തെ എന്ന മട്ടിൽ അവർ എതിർത്തു, അൻസിബ എതിർത്തു എന്ന മട്ടിൽ അവർ നിരന്തരം ആവർത്തിക്കുന്നതും കാണാം. ഏറ്റവും രസകരമായ കാര്യം, ഇതിൽ നമ്മൾ അവസാനമായി പരിശോധിക്കേണ്ട ഒരു കാര്യം, രമേശ് പിഷാരടിയെ പോലൊരാൾ ഈ ചുമതലയിൽ ഇരുന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ടിനി ടോം ആവശ്യപ്പെടുന്ന മാപ്പ് നിങ്ങൾ കൊടുക്കുമെന്ന് അൻസിബയോട് ചോദിക്കുന്ന ഘട്ടത്തിൽ അപ്പുറത്ത് ഇതിനു വേണ്ടി ചാവേർ പോരാളിയെ പോലെ ഇറങ്ങി തിരിച്ചവരുടെ സംഘം ചെയ്തത് എന്താണ് എന്ന് പരിശോധിക്കുന്നില്ല. ആ മട്ടിലുള്ള പരിശോധനയ്ക്ക് അദ്ദേഹം ഇറങ്ങി തിരിച്ചതായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുമില്ല. ഉദാഹരണത്തിന് ലക്ഷ്മിപ്രിയ പറഞ്ഞ കാര്യങ്ങൾ അതിര് കടന്നുള്ള ആക്ഷേപങ്ങളിലേക്ക് കടക്കുന്ന വിധത്തിലുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതിനെ മതവും ജാതിയും ഒക്കെ കൂട്ടിക്കെട്ടിയിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ടുള്ള വാർത്താ സമ്മേളനങ്ങൾ, ഇതിനൊക്കെ സംഘടനാപരമായ നിലനിൽപ്പ് എന്താണ്, അതിൻ്റെ യുക്തി എന്താണ്, ധാർമ്മികത എന്താണ് എന്നുള്ള പരിശോധനയോ അങ്ങനെയുള്ള നിഗമനങ്ങളിലേക്ക് എത്തുന്നതിനുള്ള നീക്കമോ ഒന്നും നടത്തിയില്ല എന്നുള്ളതാണ് രമേശ് പിഷാരടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിഴവായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അതായത് AMMA എന്ന് പറയുന്ന സംഘടനയിൽ മുൻകാലങ്ങളിൽ ഉണ്ടായ ഏറ്റവും വലിയ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ആർക്കൊപ്പമാണ് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ നടി ആക്രമിക്കപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ നിരന്തരമായി ദിലീപിനൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അന്ന് ദിലീപിനൊപ്പം നിന്നു, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളിൽ പ്രതികൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഇപ്പോൾ മറ്റ് ചില വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംഘടനയ്ക്ക് പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അന്ന് പുറത്തുപോയ ഇതുമായി ബന്ധപ്പെട്ട് വാദങ്ങൾ ഉയർത്തി WCCയുമായി ബന്ധപ്പെട്ട് പുറത്തുപോയ ആളുകൾക്ക് എതിരെ നിന്ന ആളുകൾ തന്നെ ഇപ്പോൾ രാജിവെച്ച് പോകുന്ന അവസ്ഥയാണ്. അവർ ഇപ്പോൾ മറ്റവരാണ് ശരിയെന്ന് മറ്റൊരു രീതിയിൽ പറയുന്ന അവസ്ഥയാണ്. പക്ഷേ അവരുടെ കാഴ്ചപ്പാട് ശരിയല്ല എന്ന് ഇപ്പോഴും പുറത്തു നിന്നിട്ടും നമുക്ക് ആവർത്തിച്ച് പറയാൻ കഴിയുന്നുണ്ട്. പക്ഷേ അവർക്കൊപ്പം നിൽക്കുന്ന ആളുകളുടെ ഭാഗം നിരന്തരം ആരായുകയും അവർക്ക് അനുകൂലമായി എന്ന് തോന്നിക്കും വിധത്തിലുള്ള ചർച്ചാ പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണോ എന്ന് സംശയിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ പിഷാരടിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. അതേസമയം ഇപ്പുറത്ത് ഈ പ്രശ്നങ്ങൾക്ക് ഒക്കെ ഇരയായി നിൽക്കുന്ന അവരുടെ ഭാരവാഹി കൂടിയായിരുന്ന പിന്നീട് സൈലൻ്റ് ആക്കപ്പെട്ട അൻസിബയുടെ പ്രശ്നം, അവർ ഉന്നയിക്കുന്ന പ്രശ്നം ആ മട്ടിൽ ചർച്ച ചെയ്യാനും തയ്യാറാവുന്നില്ല. ഇപ്പോൾ നിലവിൽ കൺക്ലൂഡ് ചെയ്തിരിക്കുന്ന എങ്ങനെയാണ്, ടിനി ടോം മാപ്പ് പറയാൻ വേണ്ടി എഴുതി തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കോടതി വിധി അല്ലെങ്കിൽ കോടതിയുടെ നടപടികൾക്ക് അനുകൂലമായി പുറത്ത് ഉള്ള കേസ് തീർക്കുന്ന രീതിയിൽ പോകാം എന്നുള്ളതാണ്. അതേസമയം അൻസിബ ഉന്നയിക്കുന്ന കാര്യം തനിക്ക് നേരിട്ട പ്രതിസന്ധിയെ പരിഹരിക്കണം, അതിനനുസരിച്ചിട്ടുള്ള ഒരു നിലപാടിലേക്ക് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകണം. ടിനി ടോമോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒപ്പം നിന്ന് ലക്ഷ്മിപ്രിയ അടക്കമുള്ള ആളുകൾ എടുത്ത നിലപാട് പരസ്യമായി പറഞ്ഞ കാര്യങ്ങളിൽ അന്തിമമായ പരിഹാരം ഉണ്ടാക്കുകയോ ചെയ്യുക എന്നുള്ള നിലയിലേക്കുള്ള ചർച്ചയ്ക്ക് പോലും സാധ്യതയില്ലാത്ത മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ ടിനി ടോമിന് മാപ്പ് എഴുതി കൊടുത്ത് എങ്ങനെയെങ്കിലും തടി കഴിച്ചാലാക്കുന്ന അവസ്ഥയിലേക്ക് അൻസിബ എത്തിക്കുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. രമേശ് പിഷാരടിയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ആദ്യത്തെ പ്രതികരണത്തിൽ നിന്നും ഏകദേശം വ്യക്തമായിട്ടുണ്ട്. ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറുമോ, കൂടുതൽ പരിശോധനയും ആലോചനകളും നടത്തുമോ എന്നുള്ള അവശേഷിക്കുന്ന പ്രതീക്ഷ ബാക്കി വെച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.